ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ സ്ഥലത്തൊക്കെ എങ്ങനെയാണ്? മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയാണ് 2 ദിവസമായിട്ട്. ഇന്ന് വലിയ മഴയൊന്നും ഇല്ലാതെ നല്ല കാലാവസ്ഥയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ വിശേഷമൊക്കെ? എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. നമ്മളിന്നും ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം അച്ചാറിടുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഞാനിന്ന് വീഡിയോ ഇട്ടേക്കുന്നതും. അതല്ല, ഒരുപാട് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ വിചാരിച്ചെന്ന് ഇതെടുത്ത് വീഡിയോ ഇടാം എന്ന് കരുതിയാണ് ഇന്ന് അച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം മറ്റൊന്നുമല്ല, നമ്മുടെ റംബൂട്ടാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം കുറച്ച് റംബൂട്ടാനൊക്കെ പറിച്ചുകൊണ്ട് വന്നു. കുറച്ചൊക്കെ നമ്മൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുത്തു. ബാക്കിയുള്ളത് വന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് അച്ചാറിട്ടാൽ നല്ലതാണ് എന്ന്. അങ്ങനെ വിചാരിച്ചപ്പം അവൾ പറഞ്ഞതനുസരിച്ച് ഞാനെന്നാ വിചാരിച്ചൊന്ന് അച്ചാറിട്ട് നോക്കാമെന്ന്. ഒരുപാടൊന്നും എടുത്തില്ല, ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. എങ്ങനെ ഇരിക്കുമെന്നൊന്നും നമുക്കറിയില്ല, ഞാൻ കൂട്ടിയിട്ടുമില്ല അച്ചാറിട്ട്. അപ്പോൾ ഞാൻ സാധാ പ്രത്യേകിച്ച് വലിയ റെസിപ്പിയൊന്നും ഇല്ല. നമ്മൾ സാധാ അച്ചാറിടുന്ന പോലെ തന്നെയാണ് ഇതും അച്ചാറിട്ടേക്കുന്നത്. ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചു ഞാൻ. അതിന് മുന്നേ തന്നെ റംബൂട്ടാൻ കഴുകി വാരി വെച്ചു. അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. അതിനുശേഷം ചട്ടി ചൂടാക്കാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു, കടുക് വറുത്തു. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേന് ഉലുവ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ പൊടിച്ചിട്ടില്ല. ഉലുവായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറിയ തീ തന്നെയാണ് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത്. ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പം മൂത്ത് വരുന്ന ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് എണ്ണ തെളിഞ്ഞ് കിട്ടും. അന്നേരം ആ സമയമാകുമ്പോൾ ഇച്ചിരി ഉപ്പും ഇട്ട് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വച്ചിരിക്കുന്ന റംബൂട്ടാൻ കഴുകി വാരി വെള്ളം തോരാനായിട്ട് വെച്ചിരിക്കുകയാണ്. ആ റംബൂട്ടാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് നേരമൊന്നും ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ചാറിട്ട് ഉടനെ കൂട്ടുന്നതിലും നല്ലത് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ കൂട്ടാനായിരിക്കും ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അച്ചാറിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൂട്ടുന്നതായിരിക്കും നല്ലത്. ഉടനെ കൂട്ടും, അതേത് അച്ചാറാണെങ്കിലും അങ്ങനെ ഉടനെ കൂട്ടുമ്പോൾ ഒരു വലിയ ടേസ്റ്റ് കാണാറില്ല. നമ്മൾ എന്താ പറയുക, ഏതച്ചാറാണെങ്കിലും ഇട്ടതിന് ശേഷം അത് കുപ്പിയിലൊക്കെ വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഒരാഴ്ച, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുത്ത് കൂട്ടാമെങ്കിലായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പം ഇതും അതുപോലെ തന്നെയാണ്. അതിനകത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആ അരപ്പിനകത്ത് തന്നെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് വേറൊന്നിനും വേണ്ടിയല്ല. നേരത്തെ ഞാനാണെങ്കിൽ വിനാഗിരി ഒന്നും ഒഴിക്കാതായിരുന്നു ഇപ്പം വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അച്ചാറൊക്കെ ചീത്തയാകാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പം ഞാൻ അച്ചാറിടുമ്പോൾ വിനാഗിരിയൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടാണ് അച്ചാറിടുന്നത്. അപ്പോൾ നമുക്ക് എത്ര നാളും വേണമെങ്കിലും കേടാവാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അച്ചാറിൻ്റെ റെസിപ്പി ഇത്രയൊക്കെ ഉള്ളൂ. വിനാഗിരി ഒഴിച്ച് ഒരു 2 തിള തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റാം. ആറ് കഴിയുമ്പോഴത്തേക്കിന് ബോട്ടിലിട്ട് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഓക്കെ, അപ്പം ഇതുപോലെയാണ് നിങ്ങളൊക്കെ അച്ചാറിട്ടേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.